നാളെ 2:30 മണിക്ക് കോർപ്പറേഷൻ്റെ ജനറൽ കൗൺസിൽ യോഗം ചേരുകയാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും യോഗം പൂർത്തിയാക്കി അജണ്ടയൊക്കെ നേരത്തെ തന്നെ കൗൺസിലർമാർക്ക് എത്തിച്ചു കൊടുക്കും. നാളെ ജനറൽ കൗൺസിൽ യോഗം ചേരും. പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സഹകരണമൊക്കെയാണ് എല്ലാവരും ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. ഞാനത് ഈ കൗൺസിൽ യോഗത്തിലൂടെ എടുത്തു പറയാൻ കാരണം ചില വാർത്തകൾ കഴിഞ്ഞ 2-3 ദിവസമായി വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസം എന്തായാലും 3-4 ദിവസം കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്തകൾ നിറയുകയായിരുന്നു. അപ്പോൾ നാളെ കൗൺസിൽ യോഗമായതുകൊണ്ടാണ് ഇന്ന് കാര്യം പറയുന്നത്. BJPക്ക് 150 സീറ്റാണ് ജയിച്ചത്. ഭരണത്തിൽ എത്തുന്ന സമയത്ത് 6 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണസമിതി അധികാരത്തിൽ. അതുകൊണ്ട് ജനാധിപത്യത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിയമപരമായി അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും വളരെ പോസിറ്റീവായി ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഏതൊരു ചർച്ചയ്ക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണ്. ഈ ഭരണസമിതി അധികാരത്തിലെത്താൻ ഇടയായ തെരഞ്ഞെടുപ്പ് സമയത്ത് 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോട് 1 വർഷത്തിൽ ചെയ്യുന്നത് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊക്കെ പലതവണ കേട്ട കാര്യങ്ങളാണ്. ഈ സാഹചര്യമായതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കും. ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞതാണ്, എങ്കിലും സാഹചര്യം ഇതായതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കും. ഒന്ന്, തെരുവ് നായ്ക്കളെ 1 വർഷത്തിനകം തെരുവ് നായ് ശല്യം അവസാനിപ്പിക്കും, തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമെന്ന് പറഞ്ഞു. 2, നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 3, വേസ്റ്റ് മാനേജ്മെന്റ് 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. അതിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യത്തെ മാസം 30 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തെരുവ് നായ്ക്കളെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ളതിലേക്ക് ഷെൽട്ടർ ചെയ്തു. 1 മാസത്തിനകം അത് നിങ്ങളുടെ ഒക്കെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചറിയിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. 2-3 മാസം അവയെ നിരീക്ഷിച്ചതിന് ശേഷം, അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ഷെൽട്ടർ ചെയ്യുമ്പോഴേക്കും ജീവനുള്ള ജീവികളാണല്ലോ അവയ്ക്ക് ജീവനുള്ളതാണ്. അപ്പോൾ അവയെ ഒന്ന് നിരീക്ഷിച്ച് ആദ്യമായി കോർപ്പറേഷൻ ഭരണസഭ ഷെൽട്ടർ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അത് പെർമനന്റ് ആയിട്ടാണ്. അതും മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറയുകയും നിങ്ങളൊക്കെ അറിയിച്ചിട്ട് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ഇന്നലെ എന്നെ കാണാൻ വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആരാവശ്യപ്പെട്ടാലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ ഡോഗ് സ്ക്വാഡിനെ അയച്ച് അവയെ പിടിക്കുവാനും വാക്സിനേറ്റ് ചെയ്ത് ഷെൽട്ടറിൽ പെർമനന്റ് ആയിട്ട് ഷെൽട്ടറിൽ അടയ്ക്കുവാനും ഭരണസമിതി തയ്യാറാണ്. സാധാരണ ABC ചെയ്ത് തുറന്ന് അതേ സ്ഥലത്ത് വിടുകയാണ് ചെയ്തത്. 5 ദിവസം വിശ്രമം കഴിഞ്ഞിട്ട് എല്ലാവരും വിടുകയാണ് ചെയ്തത്. ഞങ്ങൾ പെർമനന്റ് ഷെൽട്ടറിൽ അടയ്ക്കാൻ തയ്യാറാണ്. അത്രത്തോളം വെൽ എക്യൂപ്ഡ് ആയി കഴിഞ്ഞു. ഇന്നലെ വൈദ്യുതം പറഞ്ഞു, ഇന്ന് ഞാൻ അത് ആവർത്തിക്കാം നിങ്ങളോടൊക്കെ ഉൾപ്പെടെ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലൊരു 15 മുതൽ 20 നായ്ക്കളെയാണ് ABC ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഇപ്പോൾ കോർപ്പറേഷന്റെ കൈവശമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത ജില്ലാ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടബിൾ ABC യൂണിറ്റ് ഞങ്ങൾ 5 മാസമായി ആ ABC യൂണിറ്റ് ചോദിക്കുകയും 2-3 മാസം ABC യൂണിറ്റ് പ്രവർത്തിക്കാതിരുന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നില്ല. അത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് തന്നെ കാരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് മണ്ണന്തല ഞങ്ങൾ അതിനുവേണ്ടി ഒരു ഗ്രൗണ്ടെല്ലാം സെറ്റാക്കിയിട്ട് 45 ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന് തരാം, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രവർത്തനം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് തരാമെന്ന് ഔദ്യോഗികമായി പറയുകയും അതനുസരിച്ച് ഞങ്ങൾ മണ്ണന്തലയിൽ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടും ഞങ്ങൾക്ക് ആ ABC യൂണിറ്റ് തന്നില്ല. ഞാനിപ്പോഴാണ് നിങ്ങളോട് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് കൊടുത്ത ABC യൂണിറ്റാണ് കൈകാര്യം ചെയ്തത് ജില്ലാ പഞ്ചായത്താണ്. 3 മാസം അത് 1 മാസമൊക്കെ മെയിൻ്റനൻസ് ആയി, ബാക്കി സമയം പ്രവർത്തിക്കാതെ കിടന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നില്ല. ഇപ്പോൾ വേറെ ഏതൊരു പഞ്ചായത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനമാണ്. അപ്പോൾ നിലവിലുള്ള സംവിധാനം വെച്ച് ഞങ്ങൾക്ക് ഒരു 15 മുതൽ 20 വരെ നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കും. അവയെ 5 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ പെർമനന്റ് ഷെൽട്ടറിലേക്ക് മാറ്റി. അപ്പോൾ അതിനനുസരിച്ച് ഈ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൗൺസിലർമാരുൾപ്പെടെ ആര് അറിയിച്ചാലും ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യവും നായ്ക്കളും ഇത്രത്തോളം അക്രമകാരികളാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾ 1 വർഷത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം 6 മാസം
പൂർത്തിയാകുമ്പോൾ ആ പ്രക്രിയ ആരംഭിക്കും. മറ്റു 3 കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ്, വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം, ഈ 3 കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടി ഇടപെടലും സഹകരണവും ആവശ്യമാണ്. ഫണ്ടിങ്ങിന്റെ കാര്യത്തിലാകട്ടെ, ചില അനുമതികളുടെ കാര്യത്തിലായിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ 2 സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണ്. അക്കാര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ പരിമിതി, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 2ാമത്തെ മാസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, അതിനുശേഷം 1.5-2 മാസത്തോളം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിന്നു. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മുൻ സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ അവസാന നാളുകളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഫൈനൽ തീരുമാനം എടുക്കാൻ ചില പരിമിതികളുണ്ട്. എങ്കിലും ആ സർക്കാർ പരമാവധി അവസാനം വരെ കോർപ്പറേഷനുമായി സഹകരിച്ച് ഞാൻ മുന്നോട്ട് പോയി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിച്ചത്. ചോദിച്ച സമയത്ത് അദ്ദേഹം അപ്പോയിന്റ്മെന്റ്സും സാധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ആവശ്യത്തിന് സമയം അനുവദിച്ചു. കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, വേസ്റ്റ് മാനേജ്മെന്റ്, ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് വേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞു. 2ാമത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ബഡ്ജറ്റ് കഴിഞ്ഞാൽ സാധ്യമായ കോർപ്പറേഷന് സൗകര്യപ്രദമായ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഏത് ദിവസവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തയ്യാറാണ് അദ്ദേഹം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഗൗരവമായിട്ട് കിട്ടും. അപ്പോൾ ആ ഇടപെടൽ ആരംഭിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ കെ മുരളീധരൻ, ശ്രീ CP ജോൺ, ഈ 3 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തിയ എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെയും മരാമത്തിലെയും ജീവനക്കാർ ഉൾപ്പെടെ ഒരു വളരെ വലിയൊരു മീറ്റിംഗ് നടന്നു. നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതാണ്. ആ മീറ്റിംഗിൽ വെച്ച് തിരുവനന്തപുരം സിറ്റിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും വെള്ളക്കെട്ടിനെക്കുറിച്ചും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 മന്ത്രിമാരും മേയറും ചേരുന്ന ഒരു ടീം കൃത്യമായ ഇടവേളകളിൽ ഇരിക്കുകയും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതിന്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺക്ലേവ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കൗൺസിലർമാർ മുതൽ സംസ്ഥാന സർക്കാർ വരെ ഏതൊരു പാറ്റേണിൽ യാത്ര ചെയ്യണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അതിന് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് മുഖ്യമന്ത്രി തന്നു. തിങ്കളാഴ്ചത്തെ കൗൺസിൽ കഴിഞ്ഞാൽ അക്കാര്യങ്ങൾ ഫയൽ തീരുമാനം. അപ്പോൾ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ട്, ഞാൻ ഇത്രയും പറയാൻ കാരണം വെള്ളക്കെട്ട് പരിഹരിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ വളരെ വലിയൊരു ഇടപെടൽ. അരുവിക്കരയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അരുവിക്കര വിദഗ്ധ അഭിപ്രായങ്ങൾ വരുന്നത് അരുവിക്കരയിൽ ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ലഭിക്കുന്നില്ല. 1994 പ്ലാൻ നടപ്പിലാക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ജനസംഖ്യ തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പൊ തന്നെ നമുക്കിപ്പോൾ വെള്ള പ്രശ്നമുള്ളത് ജൂൺ മാസത്തിൽ ആവശ്യമായ മഴ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജലവിഭവ വകുപ്പിന്റെ വലിയൊരു ഇടപെടൽ, അതിന് കോർപ്പറേഷൻ, സിറ്റി എന്നുള്ളതിൽ കോർപ്പറേഷൻ ഇടപെടൽ വേണം. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സഹായവും ജനസേന സഹായവും നമുക്ക് ആവശ്യമായത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള, ഇൻലാൻഡ് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുടെയും കൂടി ഇടപെടൽ ആവശ്യമാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. അത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കണം. ചില ഫണ്ടുകളും അണക്കെട്ടിന്റെ ഉയർത്തുവാനുള്ള ഹൈറ്റ് ഉയർത്തുവാനുള്ള പെർമിഷനൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്, ഫോറസ്റ്റ് മിനിസ്ട്രി. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും പുതിയ ഗവൺമെന്റ് വന്ന ശേഷം നടത്തുകയാണ്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പുതിയ ഗവൺമെന്റ് സത്യപ്പെടുത്തിയ പിന്നെ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഒരു കോർപ്പറേഷന് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാൻ വേണ്ടി അവർക്കും പരിമിതിയുണ്ട്. പക്ഷേ ആവശ്യപ്പെട്ട സമയമൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷിച്ച് തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഏറ്റ 4 കാര്യങ്ങൾ, ഒരു കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളോട് ഉൾപ്പെടെ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങളുടെ ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് സൺഡേ ഉൾപ്പെടെ 24 മണിക്കൂർ ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് നായ്ക്കളെ പിടിക്കാൻ തയ്യാർ. ആദ്യം ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പോലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആയി, വിമൻസ് കോളേജായി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, SAT ആയി, RCC, ശ്രീചിത്ര, ഇപ്പൊ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പിടിക്കുകയാണ്. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളും അപ്പം കിട്ടില്ല, കുറെ ഓടും, അപ്പം വീണ്ടും ഓടുന്നത് പിടിക്കേണ്ടി. ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ പിടിക്കുന്നതിനാണ്. ഇതിൽ ഭരണസമിതിയൊക്കെ തന്നെ ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില കൗൺസിലർമാർ പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ നായ്ക്കളെ പിറ്റേ ദിവസം രാവിലെ പിടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ആദ്യം തെരുവുനായ്ക്കളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നത് KSUവിൻ്റെ മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കുട്ടികൾ. അവിടുത്തെ വനിതാ ഹോസ്റ്റലിൽ താമസിക്കുന്ന KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് കുട്ടിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നായ്ക്കളെ പിടിക്കാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചത്. ഞങ്ങൾ KSU യൂണിറ്റിന്റെ ഭാരവാഹികളാണ്. ഞാൻ KSU യൂണിറ്റ് പ്രസിഡന്റാണ്. ഞങ്ങൾക്ക് രാത്രിയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും. അപ്പോഴേക്കും പോകാനായിട്ട് ഭയമാണ്.
തെരുവ് നായ്ക്കളാണ് ഞങ്ങളുടെ 4 ചുറ്റും. ഹോസ്റ്റലിനുള്ളിൽ കയറാൻ ഭയമാണ് ഞങ്ങൾ പെൺകുട്ടികൾക്ക്. ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ അറിയിച്ചു. അവർ വന്ന് അതിനെ പിടിച്ചത് ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്, സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വനിതയാണ്. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അക്കാര്യം വളരെ ഉത്തരവാദിത്വം. ഈ നായ്ക്കളെ ഒന്നിനും തന്നെ തിരിച്ചവിടെ കൊണ്ടുവരില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട് ഇത് കോർപ്പറേഷന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചത്. മറ്റേ 2 സർക്കാരിന്. അപ്പോൾ ഉത്തരവാദിത്തത്തോടെ പറഞ്ഞ 4 കാര്യങ്ങളിലും ഈ ഭരണസമിതി കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഇതിനുപരിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വളരെ വലിയ പിന്തുണയാണ് ഈ ഭരണസമിതി ലഭിച്ചത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില സമയത്ത് അവർ ശീലിച്ചു പോയ ചില ശീലങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു എവിടെയെങ്കിലുമൊക്കെ കണ്ടേക്കാം. അതിപ്പോൾ ഏത് ഭരണസമിതിയിൽ എവിടെയും ഉണ്ടാകാൻ സാധ്യത. പക്ഷേ ആകെ ജനറലായിട്ട് നോക്കുമ്പോഴേക്കും എല്ലാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വളരെ നല്ല പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും അഴിമതി വ്യാപകമായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരുപാട് അതിന് വസ്തുത ഉണ്ടായിരുന്നു. അത് പരമാവധി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയത്. വളരെ മുമ്പ് തന്നെ പാളയം മാർക്കറ്റിൽ നിലനിന്ന ഗുണ്ടാപിരിവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, വസ്തുതകൾ ജനങ്ങളുടെ മുന്നിലാകെ കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകില്ല. കാരണം നമ്മൾ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും പോലും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ അറിയാമോ. പക്ഷേ വളരെ വലിയൊരു മുന്നൊരുക്കം, എല്ലാ രേഖകളും പരിശോധിച്ച് അർഹരായ ആർക്കും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദന ഉണ്ടാകരുത്, അർഹരായ എല്ലാ കച്ചവടക്കാർക്കെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വലിയൊരു മാസങ്ങൾ നീണ്ടുന്ന ഒരു മുന്നൊരുക്കം നടത്തിയിട്ടാണ് അവിടുത്തെ ഗുണ്ടാപ്പിരിവ് അവസാനിപ്പിച്ചതും അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയത്. നോക്കുന്നുണ്ടാവും. ഒരു ദിവസം പോയിട്ട് ഞങ്ങൾക്ക് 2 കട മാത്രമേ മാറ്റിയുള്ളൂ. കാരണം ഒരു ചെറിയ സംശയമാണ്. മറ്റു 3-4 കടകൾ മാറ്റുമ്പോഴേക്കും ഏതോ ചില രേഖകളിൽ അത് ഔദ്യോഗികമാണ് എന്നൊരു ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം 3 ദിവസം എടുത്ത് ആ രേഖകളൊക്കെ പരിശോധിച്ച് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കടകളെ പൊളിച്ചു മാറ്റിയത്. അതിലൂടെ അഴിമതിയുടെയും അക്രമത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും വലിയൊരു കോട്ടയാണ് തകർക്കാൻ സാധിക്കും. അതിന് അവിടെ നടന്ന ഇത്തരത്തിലുള്ള ഗുണ്ടാപിരിവുകൾക്കും അക്രമങ്ങൾക്കും വർഷങ്ങളോടെ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. ആർക്കും തന്നെ അതിനെ എതിർക്കാൻ സാധിക്കാത്തത് ചെയ്തതെല്ലാം നിയമവിധേയമായിരുന്നതുകൊണ്ടും കോർപ്പറേഷൻ ചെയ്ത എല്ലാ നടപടികളും നിയമവിധേയമായിരുന്നതുകൊണ്ടും അവിടെ നടന്നിരുന്നത് പലതും തന്നെ നിയമവിരുദ്ധമായിരുന്നതുകൊണ്ടുമാണ് ഒരാളിന് പോലും അതിനോട് വിയോജിക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഈ ഭരണസമിതി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ 6 മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങളുടെ ജീവൻ, അവരുടെ ജീവനിൽ ഭയക്കാതെ അവർക്ക് അവിടെ പോയി ചെന്ന് പച്ചക്കറിയും മീനും വാങ്ങാൻ സാധിക്കുന്നു. അവിടെ വന്ന കച്ചവടക്കാർ, ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാൽ ക്യാൻസർ രോഗം ബാധിച്ചൊരു വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും 500 രൂപ ഒരു കൊട്ടം മീനിന് കൊടുക്കാത്തോട്ട് അവരുടെ കയ്യിൽ ഒരു മീൻ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരും. ആ സാഹചര്യം നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ, ഹാർട്ട് ഓഫ് ദ സിറ്റി, നഗര ഹൃദയത്തിൽ നടക്കുകയാണ്. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം പോലും ഇല്ല, നടക്കുകയാണ്. അതിനെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. മറ്റൊന്ന്, നമുക്ക് നിരവധി കടകളുണ്ട്. സത്യത്തിൽ ആദ്യം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേയർ ആവശ്യപ്പെട്ടു, തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കടകളാണ് ആദ്യം ഉള്ളത്. അത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കും പറയാൻ സാധിക്കുന്നില്ല. അവർ പറഞ്ഞ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം ഒരു ആവശ്യമായ സമയം കൊടുത്ത് ഞങ്ങൾ വിലയിരുത്തിയപ്പോഴേക്കും 973 കടകൾ ഉണ്ടെന്നുള്ളൊരു കണക്കാണ് എൻ്റെ മുമ്പ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞ അതിൻ്റെ 10-1 ഇല്ല. എല്ലാ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് ഇവിടെ കൊടുത്തു. പിന്നെ എല്ലാ രേഖകളും പുറത്തു കൊടുത്താൽ ശരിയല്ലോ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം. ഈ കടകളുടെ അവസ്ഥ കണക്കില്ല ഇവിടെ. പല കടകളും ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ള കണക്ക് ഇവിടെ ഇല്ല. ഏതൊക്കെയാണ് ടാർപ്പാൽ വലിച്ചു കെട്ടിയിരിക്കുന്നത്, ഏതൊക്കെയാണ് ഫ്ലക്സ് വെച്ച് മറച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിനുള്ള കണക്കില്ല. ആ കണക്കുകളുടെ പരിശോധന വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 31 കാലാവധി അവസാനിച്ച എല്ലാ കടകളും തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു. ആരാണോ 50 വർഷം മുമ്പ് എടുത്ത് അവർക്ക് തന്നെ പുതുക്കി കൊടുക്കുമായിരുന്നു. 5%, 10% നാമമാത്രമായ തുക കൂട്ടിക്കൊണ്ട്. ഇതൊക്കെ തന്നെ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പലർക്ക് വേദനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തറവാട് പോലെ കൊണ്ടുനടന്ന് പലർക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ചെയ്തു. മാർച്ച് 31 കാലാവധി കഴിഞ്ഞത്. മുൻപ് കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കാത്ത കടകളൊക്കെ വലിയ ജോലിയാണ്. രാത്രി 10-11 മണി വരെ എവിടെയും ചെയ്യുന്നത് ഈ രേഖകൾ പരിശോധനയും ജോലിയുമാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു മേയർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഞാൻ വരാൻ പറഞ്ഞിട്ടല്ല, പത്രസമ്മേളനമുണ്ട്, അതിന് രേഖകളൊക്കെ എടുത്ത് തരണമെന്ന് എന്തിനു അന്വേഷിച്ചു നോക്കി. മേയർ സെക്ഷനിലെ 4 ജീവനക്കാരെ വന്നു. ഞാൻ ചോദിച്ചു,
നിങ്ങളൊന്ന് ഞായറാഴ്ച വരാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല. ഫോട്ടോഗ്രാഫറോട് മാത്രമാണ്, പ്രശാന്തിനോട് മാത്രമാണ് പത്രസമ്മേളനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവർ വരികയാണ് ഇവിടെ നടക്കുന്ന വർക്കിന്റെ ഗ്രാവിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവനക്കാർ നിങ്ങളോട് ഒന്നായി സഹായിക്കും. ആറ്റുകാൽ പാർക്കിംഗ് സമയത്ത് പെട്ടെന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അത് ആ ശ്രീവരാമൻ ഭാഗത്തൊക്കെ ഇതിന്റെ അപ്പുറം നടക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് രാത്രി 6:30 ശേഷം ഓടിയെത്താൻ സാധിച്ചില്ല. 3 സ്ഥലത്ത് സംഭവം നിങ്ങൾ കണ്ടല്ലോ. SMB സ്കൂൾ, ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസത്തിന് മറുപടി പറയണം. SMB സ്കൂൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വർഷങ്ങളായി നടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഗാന്ധി പാർക്ക്, അതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്ത്, ഇത് 3 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതുകൊണ്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ നാലാഞ്ചിറ മുതൽ ആറ്റുകാൽ പൊങ്കാല വരുന്ന പ്രദേശങ്ങളിലായി 100 കണക്കിന് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ള നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പിടിച്ചുപറിയും കൊള്ളയുമാണ് വാഹന പാർക്കിന്റെ പേര് നടക്കുന്നതെന്നുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അറിവുള്ളവർ 1 ഇഞ്ച് പോലും ഒരു ബില്ല് വരക്കാൻ നടക്കില്ല. ഇത് പൊതുസമൂഹത്തിന് മുമ്പാകെ നേരിട്ട് പോയി ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതി കഴിഞ്ഞ 6 മാസത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പിൽ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അടുത്ത വർഷം ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പാർക്കിങ്ങിന്റെ പേരിലുള്ള ഈ കൊള്ള അവസാനിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി ഈ കോർപ്പറേഷൻ ഭരണസമിതി നിന്നുണ്ട്. ചർച്ചയിൽ അതുണ്ട്. അതിന് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുമല്ലോ. അത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവരെ മുമ്പാകെ വയ്ക്കും, തെളിവ് സഹിതം വയ്ക്കും. അതിലൊരു തീരുമാനം വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്ക് കോർപ്പറേഷൻ, നിങ്ങളൊക്കെ ഇതൊക്കെ അറിയണം, അവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എല്ലാവരും ഇത് അറിയണം. കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് കോർപ്പറേഷൻ, 100 കണക്കിന് കോടി രൂപയുടെ അസറ്റ് കോർപ്പറേഷൻ. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മാസം നമുക്ക് വരുമാനം വരേണ്ടതായിട്ടുണ്ട്. ഈ കോർപ്പറേഷന് ഫണ്ടിന് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അസറ്റ് ഉണ്ട് ഈ കോർപ്പറേഷൻ. 2 കല്യാണ മണ്ഡപങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി മോചിപ്പിച്ചിട്ടുണ്ട്. കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഒന്ന്, നാളത്തെ നമ്മുടെ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടറിയോട് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല, കഴിഞ്ഞ ഒരു കല്യാണ മണ്ഡപത്തെ കുറിച്ച് വന്ന ഒരു ആരോപണം, അത് പഠിച്ച റിപ്പോർട്ട് ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫയൽ നാളെ ടേബിളിൽ വെച്ചു. കമലേശ്വരത്ത് കല്യാണ മണ്ഡപം അത് മോചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുടവുമ്പോളിലൊരു കല്യാണ മണ്ഡപം, മുടവുമ്പോളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തതെന്ന് അറിയാം, വർഷങ്ങളായിട്ട് അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപം കരാറുകാരനും കോർപ്പറേഷനും തമ്മിലുള്ള എഗ്രിമെന്റ് അവസാനിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ കരാറുകാരൻ നടത്തിക്കൊണ്ടിരിക്കുക, 1 രൂപ കോർപ്പറേഷൻ അടയ്ക്കുന്നില്ല. അന്വേഷിച്ചു പോയിട്ടു. അത് ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച വരികയും ശ്രദ്ധയിൽപ്പെട്ട ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ നോൺ ടാക്സ് സെക്ഷനിലെ ഇൻചാർജിനോട് അവിടെ പോയി റവന്യൂ ഓഫീസർ ലീവ് ആയതുകൊണ്ട് അതിന് ചാർജ് ആയിട്ടുള്ള ഓഫീസറോട് അവിടെ പോകാനും അദ്ദേഹം പരിശോധിച്ചപ്പോഴേക്കും ഉദ്യോഗസ്ഥർ തന്നെ നെട്ടിപ്പോയി. അപ്പോൾ തന്നെ 2:30 മണിക്ക് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ 1:30 മണിക്ക് കഴിഞ്ഞ് 2:30 മണിക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തി ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന അനധികൃത ഇടപാടുകൾ കണ്ട് കൂട്ടിയിട്ട് താക്കോലോടെ കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് മുതൽ ചിങ്ങമാസത്തിലേക്ക് കല്യാണം ബുക്ക് ചെയ്തിട്ടുള്ള പലരും ഞങ്ങളെടുത്ത് വരികയാണ്. അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് കല്യാണം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇത്ര രൂപ ഇന്ന വ്യക്തിക്ക് അടച്ചു. ആ വ്യക്തി കോർപ്പറേഷനായിട്ട് ഒരു കരാറുമില്ല, ഒരു രേഖയില്ല. ഒരു വ്യക്തി പൈസ വാങ്ങിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അഡ്വാൻസ് 3000 രൂപ കൊടുത്തു, ഇനി 16000 രൂപ അടയ്ക്കണം, ഞങ്ങൾക്ക് താക്കോലില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കല്യാണം മുടങ്ങണം, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചടങ്ങാണ്, അത് മുടങ്ങാൻ പാടില്ല. അതിന് ബാക്കി എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കല്യാണത്തിന് അനുവദിച്ചു കൊടുക്കണമെന്ന് മേയർ എന്നുള്ളത് ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാളുടെയും ഒരു ചടങ്ങ് മുത്തില്ല. പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ 16000 രൂപ ആ വ്യക്തി വാങ്ങിക്കും. അതിനുശേഷം വേറൊരാണ്ട് കൊടുത്തിരുന്നത് 13000 രൂപയ്ക്കാണ്. അയാൾ വൈകുന്നേരം മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു ഭാഗ്യത്തിന് അവിടെ അഡ്വാൻസ് ഒന്നും അടച്ചിട്ടില്ല, 13000 രൂപ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞാൽ പൈസ കോർപ്പറേഷൻ അടച്ചിട്ട് താക്കോൽ വെച്ചിട്ട് കല്യാണം നടത്തുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറോട് ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കല്യാണ മണ്ഡപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. നിങ്ങൾ കമലേശ്വരത്തും മുടവമ്പള്ളിൽ പോയി മണ്ഡപങ്ങളിൽ കണ്ടുപോകണം. അപ്പോൾ ഇതുപോലെ 100 കണക്ക്, 1 2 അല്ല 100 കണക്കിന് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ പലയിടത്തും സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാനം ഈ ഹാളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേഷന്റെ അസറ്റും കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെ ഒന്നൊന്നായി കണ്ടെടുത്ത് അതിന്റെ അടിവേരിറക്കുന്ന നടപടിയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ഭരണസമിതി രാത്രിയും പകലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മാലിന്യ പ്രശ്നത്തെ കുറിച്ചുകൂടെ പറയാറുണ്ട്. ഞാനൊരു കാര്യം സമ്മതിക്കുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുവാനുള്ള ഒരു സിസ്റ്റമില്ല. നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഞങ്ങൾക്കും ആ സിസ്റ്റത്തിനോട് പല വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ പുതിയൊരു സിസ്റ്റം വരുന്നതുവരെ നിലവിലുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. നിലവിലുള്ള സിസ്റ്റം ആ നിലവിലുള്ള സിസ്റ്റത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്, തകരാറുണ്ട്. നിലവിലുള്ള സിസ്റ്റം സയന്റിഫിക് അല്ല.
ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും നിലവിലുള്ള സിസ്റ്റത്തെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട്, ആ നിലപാട് ഒരു മാറ്റവും ഇല്ല. പക്ഷേ പുതിയൊരു സിസ്റ്റം വരുന്നത് വരെ നിലവിലുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ദിവസം 370 മുതൽ 400 ടൺ വരെ മാലിന്യം ഉണ്ടാകുന്ന സിറ്റിയാണ് തിരുവനന്തപുരം സിറ്റി. ചില ദിവസങ്ങളിൽ കൂടാറുണ്ട്, ചില ദിവസങ്ങളിൽ കുറയാറുണ്ട്. അപ്പോൾ പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെക്കാനിസം സ്ഥാപിക്കുന്നതിന്റെ ചർച്ചകളിൽ യാത്രയുമാണ്. ഓരോ ദിവസവും അതിന്റെ ആലോചന നടക്കുന്നുണ്ട്. 2 തവണ ഭാരത് പെട്രോളിയം കമ്പനിയുടെ ജീവനക്കാരിവിടെ വന്ന് അതിന്റെ ചർച്ച നടത്തി കഴിഞ്ഞു. കോർപ്പറേഷൻ 1 രൂപ മുടക്കുമുതലില്ലാതെ കോർപ്പറേഷൻ സ്ഥലം കൊടുത്താൽ അവർ ചെയ്തു തരാൻ സമ്മതിച്ചു കഴിഞ്ഞു. അതിന്റെ നോൺ ബൈൻഡിങ് MOUയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഞങ്ങളുടെ സെക്രട്ടറിയുടെ മേയറുടെ റൂമിൽ ഇരിപ്പുണ്ട്. അത്രത്തോളം സജീവമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും സമയബന്ധിതമായിട്ട് തന്നെ പെർമനന്റ് ആയിട്ട് മാലിന്യ സംസ്കരണത്തിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ പൂർത്തിയാക്കും. മറ്റൊന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ ഈ മേയർ കെയർ എന്നൊരു പദ്ധതി അവതരിപ്പിച്ചു. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ എടുക്കാതെ 5000-ൽ കൂടുതൽ കുട്ടികൾ സ്റ്റഡി മെറ്റീരിയൽസ് 1000 മുതൽ 1200 വരെയുള്ള വിലകൾ. എന്ത് സന്തോഷത്തോടെയാണ് ഇത്രത്തോളം പാവപ്പെട്ട കുട്ടികൾ ഇത് കേട്ടിട്ട് വരികയാണ്. പഞ്ചായത്തുകളിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇത് പുറത്ത് പോകുള്ളൂ. പക്ഷേ ഇത് കൊടുത്തതിലൂടെ 100 കണക്കിന് ആൾക്കാർ മേയർ കെയർ പദ്ധതിയിലേക്ക് ഇനി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. വേറെ പല കാര്യങ്ങളും, ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. അത് ചിലത് പുറത്ത് മാധ്യമങ്ങൾ അറിഞ്ഞു കാണും, ചില കാര്യങ്ങൾ ഞങ്ങൾ ഹൈഡ് ചെയ്യും. കാരണം ഈ അവർക്ക് ആ സഹായങ്ങൾ കിട്ടുന്നവരുടെ വളരെ ബുദ്ധിമുട്ടുന്നവരായതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കാനൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ മേയർ കെയർ പദ്ധതി വളരെ വലിയ ഇമ്പാക്റ്റാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും 6 മാസം കോർപ്പറേഷൻ 1 രൂപ പോലും എടുത്തിട്ടില്ല. സ്പോൺസർഷിപ്പും CSR ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഞങ്ങൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ ഒഴിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പാളയം മാർക്കറ്റൊക്കെ പറയുമ്പോഴേക്കും LDFന് CPMന് ഒരു വിഷമവും വേദനയും അങ്കലാപ്പമൊക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിന്റെ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിന്റെ. ആ ഫണ്ടിന്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ടാകും. കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട്, കോർപ്പറേഷന്റെ ചെലവിൽ ആ ഫണ്ട് ഇനിയിപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇത് നടക്കുന്നത്. ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താൻ നടത്തിയിരുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDF എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാകും. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിന്റെ രാഷ്ട്രീയം. അത് വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാകും. ഡൽഹിയിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ എന്തായിരുന്നു, അടൽ ബിഹാരി വാജ്പേയിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നേതൃത്വത്തിൽ CPM LDF കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കോൺഗ്രസ് ആദ്യം നീട്ടിയ കരത്തിലേക്ക് CPM പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ ഈ സഖ്യം, കോൺഗ്രസ് CPM സഖ്യം തുടങ്ങുന്നത്. അതിനുശേഷം അവർ പല ന്യായീകരണവും കൊടുത്തു. പക്ഷേ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ CPM ആരംഭിച്ചപ്പോഴേക്കും അവർക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 64 MPമാരുണ്ടായി. അന്ന് നമ്മുടെ സമ്പത്ത് MP, രാജേഷൊക്കെ MP ആയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പിന്തുണച്ച് ഇന്ന് അവരുടെ MPമാരുടെ എണ്ണം എത്രയാണ്? അന്ന് അവർക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണം ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ സംസ്ഥാനങ്ങളുടെ ഭരണം വട്ടപൂജ്യമാണ്. അപ്പൊ കോൺഗ്രസ് നീട്ടുന്ന കരങ്ങളിൽ CPM ആദർശം വെടിഞ്ഞ് എന്ത് കൈ കൊടുത്തിട്ടുണ്ടോ അതിനുശേഷം CPMന്റെ വളർച്ച പടവലങ്ങിയ പോലെ, അല്ലെങ്കിൽ അങ്ങനെ ആവും എങ്കിലും അതിനുശേഷം വളരെ വേഗത്തിൽ പടവലങ്ങിയ പോലെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് CPM സഖ്യകക്ഷി രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതിന് തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സന്തോഷമുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ആരംഭിക്കുമ്പോഴേക്കും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാൻ പോകുന്നില്ല, അവിശ്വാസം പാസ്സാകുകയും ഒന്നിനും പോകുന്നില്ല, കേരളം മുഴുവൻ നാണങ്ങളാക്കി പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവിടെ BB ഗോപകുമാറിനെ, സ്വാഭാവികമില്ലേ? ഇവർ ഒന്നായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് അവിടെ BB ഗോപകുമാർ MLA, ചാത്തന്നൂർ MLA, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരിക്കും അവിടെ പ്രതിപക്ഷ നേതാവായി വരാൻ പോകുന്നത്. ഗോകുമാർ സാർ ആദ്യം തന്നെ നിയമസഭയിൽ പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരൻ, മുരളീധരൻ പറഞ്ഞു, നിങ്ങൾ 137 പേരും ഞങ്ങൾ 3 പേരുമാണ്. അത് ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റാവുമെന്ന് ചോദിച്ചു. ഇത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാവുന്നത് അങ്ങേയറ്റം തന്നെ സന്തോഷമുണ്ടെന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇപ്പോ എനിക്ക് രാവിലെ ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങളുടെ വാർത്തകളെ കണ്ടപ്പോൾ ആലോചിച്ച് പോകുന്നത് പണ്ടത്തെ ഒരു സിനിമയിൽ കണ്ട് സീനാണ്. ശബരിനാഥ്
പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയ പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക്ക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെന്റ്. ഇപ്പൊ ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയെ താന്തോറിയും പോകൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ട കൊടുക്കും. അപ്പൊ ജോയ് പുറകോട്ട് വിളിക്കണം, ചീഫ് ജില്ലാ സെക്രട്ടറി കൊടുക്കരുത്. ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, CPM സഹായിക്കുവാനാണ് ഇനിയെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ ഏത് തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ ഭരണസമിതി അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ ജനപിന്തുണ ഓരോ ദിവസവും കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പ്രതിപക്ഷം പറഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത്രത്തോളം മുഴുവൻ കൗൺസിലർമാരെയും ഉൾക്കൊണ്ടുപോയ ഒരു ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ കൗൺസിലർമാരോട് ഒറ്റയ്ക്കൊട്ടി ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരോട് ഉൾപ്പെടെ അവരവരുടെ വാർഡുകളിൽ നിന്നും വന്ന ആവശ്യങ്ങളിൽ ന്യായമായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഒരു നിമിഷമെങ്കിലും ഈ ഭരണസമിതി താമസിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചു. വാർത്ത കൊടുക്കാനൊന്നുമില്ല, നിങ്ങളുടെ ഒരു അക്കാഡമിക് പ്രസ് അന്വേഷിച്ചു എന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ജനാധിപത്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, സമരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളതാണ്, അതിനെയൊക്കെ തന്നെ ബഹുമാനിക്കുകയാണ്. ശക്തമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകും. 5 വർഷം പൂർത്തിയാക്കി ജനങ്ങളെ നേരിടുമ്പോഴേക്കും കൂടുതൽ മധുരമായ വിജയം ജനങ്ങൾ സമ്മാനിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുന്നു, 2047 ലോകത്തിന് ഭാരതം നേതൃത്വം കൊടുക്കുമ്പോൾ ഭാരതം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും ദേശീയ BJP നേതൃത്വത്തിന്റെ സ്വപ്നമാണ്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന കോർപ്പറേഷനിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും. അതിനുള്ള അടിത്തറയാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.